ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تعرضوا فإن الله كان بما تعملون خبيرا. يا أيها الناس اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أوصيكم وإياي أولا بتقوى الله. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുസരിച്ച് നല്ല മുത്തക്കികളായി മുഅ്മിനീകളായി ജീവിക്കുക. അള്ളാഹുവിൻ്റെ സകലവിധ കരുണാകടാക്ഷങ്ങൾ നമ്മളെ വർഷിക്കുമാറ്. ഇസ്ലാമിക ലോകം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ പേരിൽ നീതി, കരുണ, സഹാനുഭൂതി ഈ ഉപമകളെല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം. ഇസ്ലാമിൽ കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ മുസ്ലിം ഖൗം എന്നൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ വരുന്ന ചിത്രം അക്രമത്തിൻ്റെ ചിത്രമാണ്. വാളും ഖുർആനും ഇരു കൈകളിൽ പിടിച്ച് നടക്കുന്ന കുതിരപ്പടയാളികളുടെ ചിത്രമാണ്. ഒരുപക്ഷെ മുസ്ലിങ്ങൾ പോലും നിർമ്മിക്കുന്ന എല്ലാ കലാപരമായ സൃഷ്ടികളിലും ഇതേ ചിത്രം തന്നെയാണ് പടച്ചുവിടുന്നത്. എന്തിനൊക്കെയോ പോരാടി ജയിക്കുവാനുള്ള, അധിനിവേശം നടത്തി പിടിച്ചടക്കുവാനുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മളൊന്ന് പോലും. ആ തരത്തിലാണ് നമ്മളുടെ കലാസൃഷ്ടികൾ പോലും ഉണ്ടാവുക. സ്വാഭാവികമായി ഈ സാഹചര്യത്തിൽ ഇസ്ലാം എന്നതും അള്ളാഹു എന്നതും ഫിഖ്ഹ്, ശരിയാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ എല്ലാ അടിസ്ഥാന സ്തംഭങ്ങളെയും വൈജ്ഞാനികങ്ങളെയും ചോദ്യം ചെയ്യുന്നതിൽ അത്ഭുതമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരിയത്ത് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ക്രിമിനൽ നിയമങ്ങളുടെ, കൈകെട്ടലുകളുടെയും കല്ലെറിഞ്ഞു കൊല്ലുന്നതിലൂടെയും പ്രതിക്രിയകളുടെയും എല്ലാം നിയമങ്ങളുടെ ഒരു സഞ്ചയമാണ് എന്ന തരത്തിലാണ് നമ്മൾ പോലും ശരീഅത്തിനെ കുറിച്ച് മനസ്സിലാക്കാറുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്ലാമിൻ്റെ നീതി എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകുന്നത് അനിവാര്യമായി വരുന്നത്. ഇസ്ലാമിൽ നീതി എന്നത് അത് തൗഹീദിൽ നിന്നാണ് തുടങ്ങുന്നത്. നീതി എന്ന് പറയുന്നത് നിയമങ്ങളിൽ മാത്രമല്ല, നമ്മുടെ സാമൂഹ്യപരമായ ഇടപാടുകളിലും മാത്രമല്ല നീതിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അവിടെയും നീതി തുടങ്ങുന്നുണ്ട്. തൗഹീദ് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. തൗഹീദ് എന്ന സങ്കല്പം ഒരുപാട് ദൈവങ്ങളിൽ നിന്ന് മാറ്റി ഒരു പടച്ച തമ്പുരാനിലേക്ക് എത്തിക്കുന്ന, ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിൽ, ഒരുപാട് ശക്തികളുണ്ടെങ്കിൽ, ഒരുപാട് സൃഷ്ടാക്കളുണ്ടെങ്കിൽ ലോകത്തുണ്ടാവുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്ന് മാറ്റി ഒരൊറ്റ ദൈവത്തിലേക്ക്, ഒരൊറ്റ സൃഷ്ടാവിലേക്ക്, ഒരൊറ്റ ആരാധനയിലേക്ക് മനുഷ്യ സമൂഹത്തിൽ മുഴുവനും കേന്ദ്രീകരിക്കുന്ന സങ്കല്പമാണ് തൗഹീദ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ നീതിയെക്കുറിച്ചിട്ടുള്ള ചിന്ത, സങ്കല്പം തൗഹീദിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും ഒരു പടച്ച തമ്പുരാൻ, എല്ലാവർക്കും ആരാധിക്കാൻ പറ്റുന്ന മലിക്കുന്നാസ്, ഇലാഹിന്നാസ്, റബ്ബിന്നാസ്,
ഒരു റബ്ബ്, ഒരു ഇലാഹ്, ഒരു ആരാധ്യൻ, ഒരു യജമാനൻ, ഒരു പടച്ച തമ്പുരാൻ എന്ന തരത്തിലേക്കാണ് ഇസ്ലാം അള്ളാഹുവിനെ തന്നെ പരിചയപ്പെടുത്തുന്നത്. നീതി അവിടുന്നാണ് തുടങ്ങുന്നത്. ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ സങ്കല്പം പോലും നീതിയിൽ നിന്ന് തന്നെ തുടങ്ങും. അതായത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സങ്കല്പം അത് തൗഹീദാണെങ്കിൽ അത് നീതിയിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇതാവണം നമുക്കുണ്ടാവേണ്ട ആദ്യത്തെ ധാരണ നീതിയെക്കുറിച്ച്. അതുപോലെ തന്നെ നോക്കുക, രണ്ടാമത് 3 അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന രീതിയിലാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് തൗഹീദ്, രണ്ടാമത്തത് റിസാലത്ത്, മൂന്നാമത്തത് ആഖിറത്ത്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഇസ്ലാമിൻ്റെ എല്ലാ വിജ്ഞാന ശാഖകളും എല്ലാ സങ്കല്പങ്ങളും ഒത്തുചേരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത് നോക്കുക റിസാലത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്, എന്തിനാണ് സന്ദേശം നാം അയക്കുന്നത്, എന്തിനാണ് പ്രവാചകരെ അമ്പിയാ മുർസലീങ്ങളെ അയക്കുന്നത്? അത് ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക്, ഏത് ഭാഗത്തേക്കാണോ അയക്കുന്നത് ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്, സത്യാസത്യ വിവേചനം ബോധിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. വലഖദ് അർസൽനാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നാം എല്ലാ ഭാഗത്തേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിനാണ്? ആരും പരാതി പറയരുത്. ഒരു നരകവും സ്വർഗം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹ് ശിക്ഷിക്കും, അള്ളാഹ് രക്ഷിക്കും, അള്ളാഹ് പ്രതിഫലം നൽകും എന്നും നമുക്കറിയാം, അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് എല്ലാ ജനങ്ങൾക്കും അതിൻ്റേതായ മാർഗനിർദ്ദേശനം വേണമല്ലോ, അത് പഠിപ്പിക്കുന്ന ആൾക്കാരെ വേണമല്ലോ, അത് പഠിപ്പിക്കാൻ പറ്റുന്ന മീഡിയം വേണമല്ലോ, മാധ്യമം വേണമല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്ത്, സന്ദേശം, പ്രവാചകത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നീതി നിലനിർത്തുന്നവരാവുക, നീതി സ്ഥാപിക്കുന്നവരാവുക. അതുപോലെ തന്നെ ശുഹദാഇ നാസ്, ജനങ്ങൾക്ക് അത് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക. ഇത് മുൻകാല പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് എടുത്ത് നോക്കുക. അവരെല്ലാം വന്നത് ഇതേ സത്യാസത്യ വിവേചനം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ ഭാഗങ്ങളിൽ അവിടെ എന്തൊക്കെ അനീതിയുണ്ടോ അതൊക്കെ മാറ്റി നല്ലതിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ചരിത്രം നോക്കുക. ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ, പതിതരെ, അടിയാളരെ അടിച്ചമർത്തി മുകളിൽ താമസിക്കുന്ന ഏറ്റവും തോന്നുന്ന ഉന്നത കുടുംബജാതകളെന്ന് സ്വയം വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുടെ പീഡനത്തിൽ നിന്ന് പാവങ്ങളെ രക്ഷിച്ച ആളാണ് നൂഹ് അലൈഹിസ്സലാം. ഈ കുലീനരായ ആൾക്കാർ എന്താണ് പറഞ്ഞത്? ഇന്ന് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നൂഹേ, ഈ പറയുന്ന പാവങ്ങളെ ഒഴിവാക്കുക, എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതങ്ങൾക്കൊപ്പം കൂടി നിൽക്കുക എന്നുള്ളത് പ്രവാചകത്വത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നൂഹ് അലൈഹി ഇസ്ലാമിൽ നിന്ന് ആ പാഠം നമുക്ക് ലഭിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക. ബനൂ ഇസ്രായേൽ സമൂഹത്തെ നൂറ്റാണ്ടുകളോളം ഫറോവ രാജവംശം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന സംഭവമാണല്ലോ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതായത് നീതിക്ക് വേണ്ടിയിട്ടാണ്, പീഡിപ്പിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സത്യാസത്യം വിവേചിച്ച് പഠിപ്പിച്ച് കൊടുക്കുവാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസാലത്ത്, സന്ദേശം എന്ന രീതിയിൽ മുൻകാലങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി പ്രവാചകരെയും ദൂതന്മാരെയും അല്ലാഹു കൂടെ അയച്ചിട്ടുള്ളത്. ഈ സംഘത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൗഹീദിന്റെ കൂടെ തന്നെ റിസാലത്ത്, പ്രവാചകത്വം എന്നത് അല്ലാഹു ഭൂമിയിൽ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ നീതി നടപ്പിലാക്കുവാൻ വേണ്ടി എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ നീതി ലഭിക്കുക എന്ന നിർദ്ദേശത്തോടു കൂടി അല്ലാഹു ഒരുക്കി വെച്ച സംവിധാനമാണ് പ്രവാചകത്വം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ മൂന്നാമത്തെ അടിസ്ഥാന സംഭവമാണ് അൽ ആഖിറ, പരലോകം. എന്തിനാണ് പരലോകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു സങ്കല്പം നമ്മെ അല്ലാഹു പഠിപ്പിക്കുന്നത്? ഭൂമിയിൽ പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന, അശാന്തി ലഭിക്കുന്ന, അസൗകര്യങ്ങൾ അനുഭവിക്കുന്ന, സൗഖ്യങ്ങളില്ലാത്ത ഒരുപാട് ആൾക്കാർ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുകയും എന്നാൽ ആ മാർഗത്തിൽ യാതൊരു തരത്തിലുമുള്ള സുഖം ലഭിക്കാത്ത ആൾക്കാർ,
കൊല ചെയ്യപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും ഒരു പ്രതിവിധി എന്ന നിലയിൽ ആഖിറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നീതി നടപ്പിലാക്കാൻ പറ്റുന്ന മറ്റൊരു ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ കൂടി നമ്മെ മനസ്സിലാക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവങ്ങൾ തന്നെ നോക്കുമ്പോൾ നീതി എത്രത്തോളം ഇസ്ലാം മുന്നോട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. എത്രത്തോളം നീതിയുക്തമായിട്ടാണ് അള്ളാഹു പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹു ഖുർആൻ തന്നെ സൂറത്തുർ റഹ്മാനിൽ പറയുന്നത് അള്ളാഹു ആകാശങ്ങളെ ഉയർത്തിക്കെട്ടിരിക്കുന്നു. എന്നിട്ട് നീതിയുടെ തുലാസ് ഇവിടെ വെച്ചു. അതായത് പ്രപഞ്ചത്തിൻ്റെ രൂപീകരണത്തിൽ പോലും, അതിൻ്റെ നിലനിൽപ്പിൽ പോലും, അതിൻ്റെ പരിചരണത്തിൽ പോലുമെല്ലാം അള്ളാഹു നീതിയുക്തമായ സംവിധാനമാണ് വെച്ചിരിക്കുന്നത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ ഗ്രഹങ്ങൾ അതിൻ്റേതായ തരത്തിൽ അതിൻ്റേതായ രീതികൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ പ്രപഞ്ചം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തോട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നിലപാട് എന്നതും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സൂറത്തിലെ ഖുർആനിൻ്റെ ആദ്യത്തെ ആയത്ത് തന്നെ റഹ്മാനും റഹീമുമുണ്ട്. കാരുണ്യവൻ, കരുണ ഒഴുകുന്നവൻ, കരുണാവാരിയായവൻ എന്ന രണ്ട് മുഖങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നത് റഹ്മാൻ എന്നത് ഭൂമിയിലുള്ള എല്ലാവർക്കും കാരുണ്യം നൽകുന്നു, റഹീം എന്നത് പരലോകത്ത് അള്ളാഹുവിൻ്റെ മാർഗം വിശ്വസിക്കുകയും ആ മാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് കരുണ ചെയ്യുന്നവർ എന്നുള്ള അർത്ഥത്തിൽ റഹ്മാൻ റഹീമിനെ വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനെ കുറിച്ച് പറയുന്നത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന മറ്റൊരു തരത്തിലൂടെയും ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം കാബ നിർമ്മാണ വേളയിൽ അദ്ദേഹത്തിന് നിരവധി പ്രാർത്ഥനകൾ ഖുർആൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അല്ലാഹുവേ, ഈ ഭൂമിയിലുള്ളവർക്ക്, ഇവിടെ താമസിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഭക്ഷ്യാധാന്യങ്ങൾ നൽകണമേ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നൽകണമേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് അള്ളാഹു പറയും, കാഫിറായ അമൽക്കാർക്ക് നാം നൽകും എന്നാണ്. അള്ളാഹുവിൻ്റെ നീതി എന്നത് ഒരുപാട് ജനങ്ങളെ സൃഷ്ടിക്കുകയും അങ്ങനെ വെറുതെ വിടുകയും ചെയ്യുക എന്നതല്ല. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നതുകൊണ്ട് അവർക്ക് മാത്രം അനുഗ്രഹം നൽകുക, അവരോട് മാത്രം സഹാനുഭൂതി കാണിക്കുക എന്നതല്ല. അള്ളാഹുവിൽ നിഷേധിച്ചവർക്കും നാം അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നത്. ഖുർആൻ നോക്കുക, ഇസ്ലാമിനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ഇവിടെ പറയുന്നത് ആരാണ് ഉദ്ദേശിക്കുന്നത് നന്നാവൻ അവൻ മുഅ്മിനായിക്കൊള്ളട്ടെ, ആര് ആഫ്രാവൻ ഉദ്ദേശിക്കുന്നവൻ അവനും ആഫ്രായിക്കൊള്ളട്ടെ. ഇമ്മാ ഷാക്കിറൻ വ ഇമ്മാ കഫൂറ, അവൻ നന്ദിയുള്ളവനാവട്ടെ നന്ദി കെട്ടവനുമാവട്ടെ. അതായത് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നീതി പ്രദാനം ചെയ്യാനുള്ള പഠിച്ച തമ്പുരാൻ. ഇസ്ലാം ആ സങ്കല്പമാണ് കാണിക്കുന്നത്. ഇസ്ലാമിലെ ശക്തിയുള്ള പ്രദേശത്തും ശക്തിയില്ലാത്ത പ്രദേശത്തും അല്ലാഹു ഒരേപോലെ നീതി പുലർത്താനാണ് പറയുന്നത്. മക്ക കാലഘട്ടത്തിൽ അല്ലാഹു പറയുന്നത്, പ്രവാചകനെ താങ്കൾ അവരുടെ മേൽ നിർബന്ധം ചെലുത്താൻ താങ്കൾക്ക് അധികാരമില്ല. ഓക്കെ, ഇതാണ് ശരി, നിങ്ങളുടെ കയ്യിലാണ് സത്യമാർഗം. പക്ഷെ അതുകൊണ്ട് ആൾക്കാരെ നിർബന്ധം ചെലുത്തി പഠിപ്പിക്കുക എന്നുള്ളത്, ഇസ്ലാമിനെ കൊണ്ടുവരിക എന്നുള്ളത് താങ്കൾക്ക് അധികാരമില്ല എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മദീന കാലഘട്ടത്തിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അധികാരമില്ല. മക്കയിൽ അദ്ദേഹം അധികാരം വാഴുന്നു, ഹാക്കിമായി
ഭരണാധികാരിയായി അധികാരമായിരുന്നു. എന്നിട്ട് പോലും അള്ളാഹു അവിടെ ഇറക്കിയത് ദീനിൽ യാതൊരു തരത്തിലുമുള്ള നിർബന്ധ ചെലുത്തലുകളുമില്ല. ഉദ്ദേശിക്കുന്നവർ ഇസ്ലാം സ്വീകരിക്കട്ടെ. അള്ളാഹു തീരുമാനിക്കുന്നത് ആർക്ക് വിനായത്ത് നൽകണമെന്ന്. ഈ തരത്തിലാണ് ഇസ്ലാം പോലും നീതിയോട് ഒരു മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിനോട് സമീപിക്കുന്നതെന്ന് നമുക്ക് ഖുർആനിക ആയത്തുകളിൽ നിന്നും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നോക്കുക. തായിഫ് സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ഉദ്ദേശിച്ചുകൊണ്ടും രക്ഷ ഉദ്ദേശിച്ചുകൊണ്ടും തായിഫിലേക്ക് ചില കുടുംബങ്ങളെ കാണാൻ പോയി. അവിടുന്ന് കല്ലെറിയിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ മുഴുവൻ രക്തം വാർത്ത് അദ്ദേഹം വെച്ച ഷൂയിൽ മുഴുവനും രക്തം കൊണ്ട് ഒരു മലയിടിക്കിൽ വന്ന് ഇരുന്നു. ആശ്രമത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദിക്കുന്നു. നമുക്കെല്ലാവർക്കും ആ സംഭവം അറിയാം. ഈ രണ്ട് മലയിടിക്കുകൾ കൂട്ടിച്ചേർത്ത് അവരെ നശിപ്പിച്ച് തടയട്ടെ പ്രവാചകരെ. ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയും? അടച്ചു അവർ നീ വെറുതെ വിടുക, അവർക്കൊന്നും അറിയാത്തവർ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ നീതിബോധമുള്ളവർ തന്നെ പീഡിപ്പിച്ച തന്നെ കല്ലെറിഞ്ഞോടിച്ച ആ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതിന് വേണ്ടി അവർ നശിപ്പിക്കാനായി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിക്കുന്നത്? സത്യമറിയാത്ത ജനതയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിക്കുന്നത്. അതാണ് വലിയ നീതി. അതുപോലെ തന്നെ മക്ക ഫത്വ ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ വർഷങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിൻ്റെ സഹാബത്തിനെയും ശക്തമായി പീഡിപ്പിച്ച ജനത തിരിച്ച് അവരെ കീഴടക്കുന്നു. എല്ലാവരെയും തൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടി നിർത്തുന്നു. എന്നിട്ട് അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഒരു പറഞ്ഞു, താങ്കൾ കരീമാണ്, മാന്യനാണ്, മാനിൻ്റെ മകനാണ്, നല്ല കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്, താങ്കൾ ഒന്നും ചെയ്യില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ആരോടാണ് ഈ പറയുന്നത്? ഏത് സമയത്താണ് പറയുന്നത് എന്നും കൂടി ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അന്ന് ഏതെങ്കിലും ഒരു ഭാഗത്ത് യുദ്ധം നടന്നാൽ തടവുള്ളികളായി പിടിച്ച എല്ലാവരെയും കൂട്ടക്കൊല ചെയ്യുന്ന, അത് കുട്ടികളാവട്ടെ, സ്ത്രീകളാവട്ടെ, വൃദ്ധരാവട്ടെ, അങ്ങനെ യാതൊരു തരത്തിലുമുള്ള വേർതിരിവില്ലാതെ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെ മുസ്ലിങ്ങൾക്കും ലോകർക്കും ഒരു മാതൃകയായി പാഠം പഠിപ്പിച്ചത്. ആ ജനതയോട് മുഴുവൻ പറയുന്നത്, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നീതിപൂർവമായ നടപടിയാണ് ഈ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായത്. നബിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സുവർണ്ണ നിമിഷങ്ങളാണ് ഇതിൽ കൂടി. പിന്നീട് മറ്റേ ഒരുപാട് സംഭവങ്ങൾ ഇനിയുമുണ്ട്. ഇങ്ങനെയാണ് അറേബ്യൻ സമൂഹം സ്ത്രീകളോട് കാണിച്ചത്. നമുക്കറിയാം, പെൺകുട്ടികളെ കുഴിച്ചുമൂടി കൊണ്ടിരുന്ന, ജീവനോടെ കൊണ്ടിരുന്ന സമൂഹം ഇസ്ലാം അത് തിരുത്തി കാണിച്ചു. അടിമകളെ അടിമകളായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അടിമകളെ മോചിപ്പിക്കുന്നത് പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അടിമകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നത് പുണ്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനിയും അടിമകളുണ്ടെങ്കിൽ അവരോട് സ്വന്തം മക്കളെന്ന പോലെ, സഹോദരനെന്ന പോലെ അവർക്ക് ഭക്ഷണവും വസ്ത്രവും താമസവും ഒരുക്കി കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കൂടുതൽ പുണ്യം കിട്ടണമെങ്കിൽ, നല്ല വിശ്വാസിയാവണമെങ്കിൽ അവരെ സ്വതന്ത്രരാക്കി വിടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെ സ്ത്രീകളിൽ നിന്ന് തുടങ്ങി അടിമ സമ്പ്രദായത്തെയും ഓരോ ഘട്ടം ഘട്ടമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതാക്കുവാൻ അദ്ദേഹത്തിൻ്റെ പാഠ്യങ്ങളിലൂടെ കഴിഞ്ഞു. അതായത് ഒരു കാലഘട്ടത്തിൽ അന്നത്തെ സാമ്പത്തിക നട്ടെല്ലായി കണക്കുകൂട്ടിയിരുന്ന അടിമ സമ്പ്രദായത്തിന് നേരെ എതിരെ ഒരു സങ്കല്പം പഠിപ്പിച്ചു തരികയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അതുപോലെ തന്നെ അന്നത്തെ ഭരണം നിങ്ങൾ ആലോചിക്കുക, ജാഹിലിയ്യത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഖുർആനിൽ 4 തരത്തിലാണ് ജാഹിലിയ്യത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഹുക്മുൽ ജാഹിലിയ്യ, ഖബറുൽ ജാഹിലിയ്യ, മുർഉൽ ജാഹിലിയ്യ, ഹമിയത്തുൽ ജാഹിലിയ്യ. അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന 4 തരത്തിലുള്ള രീതികളായിരുന്നു. അതായത് അനിസ്ലാമികമായ അനീതി നിറഞ്ഞിരുന്ന അനീതിയുടെ ഒരു സംവിധാനം. അതുപോലെ തന്നെ പരസ്പര യുദ്ധങ്ങളുള്ള, ചെറിയ പിണക്കത്തിൽ പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ഹമിയത്തിൻ്റെ, സാമുദായികതയുടെ, ഗ്രൂപ്പിസത്തിൻ്റെ ഒരു ജാഹിലിയ.
അധാർമികത മാത്രം ഒഴിഞ്ഞു നിൽക്കുന്ന, അതിനുവേണ്ടി സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന തകർന്നു ജാഹിലിയ. അതുപോലെ തന്നെ അനിസ്ലാമികമായ ചിന്തകളെ മാത്രം വിളിച്ചുകൂട്ടി വെക്കുന്ന ഒന്നുൽ ജാഹിലിയ. ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള മാനുഷിക വിരുദ്ധമായ സങ്കല്പങ്ങളെയും മാറ്റി ഇസ്ലാം പഠിപ്പിച്ചു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി നടപ്പിലാക്കുന്നതിലൂടെ ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുതയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ചും എങ്ങനെയാണ് ലോകത്തെ കാണുന്നതെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വലൗ ശാഅ ലഹദാകും അജ്മഈൻ. അല്ലാഹു പറയുന്നത്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരുപോലെ അല്ലാഹു ഹിദായത്ത് നൽകാമായിരുന്നു. നിർബന്ധിച്ച് അല്ലാഹു ഹിദായത്ത് നൽകിയ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളായി ജീവിപ്പിക്കുവാൻ അല്ലാഹുവിന് കഴിയുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അല്ലാഹു ചെയ്തില്ല? കാരണം ഓരോ മനുഷ്യരും അവരുടേതായ തിരഞ്ഞെടുപ്പുകളിൽ ഓരോ മനുഷ്യരും അവർക്ക് സ്വയം തീരുമാനിക്കുവാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കുക, ഇസ്ലാം തന്നെ, ഖുർആൻ തന്നെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു. ഇസ്ലാം അൽസുഖത്തിന് അൽവാരിക്കും പറഞ്ഞുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഭാഷകളും അവൻ്റെ ജീവിത രീതികളും ഈ വ്യത്യാസം അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ പെട്ടതാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലാണ്. നമുക്കറിയാം, സൂറ ഹുജറാത്തിൽ തന്നെ മനുഷ്യന്മാരെ വിവിധ ഗ്രൂപ്പുകളായി വിവിധ സമൂഹങ്ങളായി സൃഷ്ടിച്ചത് എന്തിനാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നത്. പരസ്പരം പരസ്പരം തിരിച്ചറിയുവാനും പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും വേണ്ടിയിട്ടാണ് അന്ന് അള്ളാഹു ഖുർആനിൽ കൂടി ഈ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതായത് നീതി എന്ന് തുടങ്ങുന്നത് അള്ളാഹുവിൽ നിന്നും അവൻ്റെ വിസാലത്തിൽ നിന്നും ആഖിറത്തിൽ നിന്നും. അതുപോലെ ഖുർആൻ തന്നെ എന്തിനാണ് ഖുർആൻ എല്ലാവരും സത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഹുദൽ ലിന്നാസ് എന്തിനാണ് ഖുർആൻ പറയുന്നത്? എന്തിനാണ് ഫുർഖാൻ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നത്? കാരണം പിന്നീട് ഒരു വിഭാഗവും പറയരുത്. ഖുർആൻ വന്നതിന് ശേഷം, സത്യമാർഗം വന്നതിന് ശേഷം പിന്നീട് ഒരാൾ പറയരുത് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയരുത് എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി ഇറക്കിക്കൊടുത്തിരുന്നത് എന്ന് നമുക്ക് ഖുർആനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലും ഖുലഫാക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുക. എത്ര നീതിയുക്തമായ അനുഭവങ്ങളാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നിരവധി ഉദാഹരണങ്ങളും നീതി എന്നുള്ള പദത്തോട് സാധാരണ ഇസ്ലാമിക ചരിത്രത്തിൽ ചേർത്ത് വെക്കുന്ന ഭരണകർത്താവ് ഉമർ റളിയല്ലാഹുവാണ്. എല്ലാ 4 ഭരണകർത്താക്കളും 4 ഖലീഫമാരും നീതിയുടെ പ്രധാന ഉപകരണമാണെങ്കിൽ പോലും ഉമർ റളിയല്ലാഹുവിന്റെ 10 വർഷത്തെ ജീവിതത്തോടാണ് നീതിയെ കൂടുതൽ ഒന്നിച്ച് നമ്മൾ കാണുക. അദ്ദേഹത്തിൻ്റെ ദർബാർ, അദ്ദേഹത്തിൻ്റെ കോർട്ടിൻ്റെ മുന്നിൽ ഒരു കേസ് വന്നു. ഒരു മുസ്ലിമും ഒരു യഹൂദനും. പക്ഷേ നീതി യഹൂദനായിരുന്നു. ഉമർ റളിയല്ലാഹു യഹൂദനെ നീതി നൽകിയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് അന്ന് പ്രധാനപ്പെട്ട ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീ മക്ക ഫതഹ് കഴിഞ്ഞ് ഒരു മോഷണം നടത്തി ഈ കേസിൽ എല്ലാവരും അറിയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ ഗോത്രത്തിലെ ചില ആൾക്കാർ പ്രധാന സഹാബികളെയൊക്കെ വശപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ശുപാർശയാക്കാൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ഇതായിരുന്നു മുൻകാല സമൂഹങ്ങൾ നശിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. നിങ്ങളിൽ ശക്തരായ ആൾക്കാർ കുറ്റം ചെയ്യുക, അവരെ വെറുതെ വിടുകയും പാവങ്ങളായ ആൾക്കാർ കുറ്റം ചെയ്താൽ അവർക്ക് ശിക്ഷ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതായത് മുൻകാല സമൂഹത്തിൽ എല്ലാവരെയും നശിപ്പിച്ചതെന്ന് എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ പോലും മോഷ്ടിച്ചത് അവളുടെ കയ്യിൽ ഞാൻ വെട്ടും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത് നടപ്പിലാക്കുകയും പിന്നീട് ഹസരത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത്, ഈ സ്ത്രീ നല്ലവളായി ജീവിക്കുകയും പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാർഗനിർദ്ദേശത്തിനായി പല സാഹചര്യത്തിൽ വരികയും ചെയ്ത ഒരു അനുഭവം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നീതി എന്നത് ഏതെങ്കിലും ആൾക്കാരെ സെലക്റ്റീവായ തെരഞ്ഞെടുത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും ഒരുപോലെ നടപ്പിലാക്കേണ്ടതെന്നാണ് ഇസ്ലാം നമ്മെ പഠിക്കുന്നത്. ഉസൂലുൽ ഫിഖ്ഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ചുള്ള വിജ്ഞാന ശാഖയ്ക്കാണ് ഉസൂലുൽ ഫിഖ്ഹ് എന്ന് പറയുന്നത്.
അതിൽ നിയമനിർദ്ധാരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായി എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് നീതി എന്നുള്ളത്. നീതിക്ക് വിരുദ്ധമായ ഒരു നയമോ ഒരു നിയമമോ ഉണ്ടാക്കാൻ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അത് ഹറാമാണ്. അത് സ്വന്തത്തിനാണെങ്കിലും ഇതരക്കെതിരെയാണെങ്കിലും പോലും. അതുകൊണ്ടാണ് ഉസൂൽ ഫിഖ്ഹിൽ പഠിക്കുന്ന സ്വന്തത്തോട് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ഇസ്ലാമിൽ ഹറാമാണ്. വേറെ ആളെ ഉപദ്രവിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ബലപ്രയോഗം ഇസ്ലാം അനുവദിച്ച പ്രകാരം ഹറാമാക്കുക. ഇങ്ങനെ ഉസൂൽ ഫിഖ്ഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ പോലും നിയമനിർദ്ധാരണത്തിൻ്റെ അടിസ്ഥാന സംഭവങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത. അതുപോലെ തന്നെ പിൽക്കാല ചരിത്രത്തിലേക്ക് നോക്കുക. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചരിത്രത്തിൽ മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം ഖിലാഫത്താണല്ലോ ഉസ്മാനിയ ഖിലാഫത്ത്. ആ ഖിലാഫത്തിന് അവരുടേതായ ഭരണ സംവിധാനം തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും വലിയ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കുവാൻ കഴിയുമായിരുന്നു. എല്ലാവർക്കും ശരീഅത്ത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്താണ് ഉസ്മാനിയ ഖലീഫ ചെയ്തത്? അവർ മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടായി. ആ സംവിധാനത്തിലൂടെ ഈ ഭരണപ്രദേശത്തിലുള്ള എല്ലാ കമ്മ്യൂണിറ്റികളെയും, എല്ലാ മതവിഭാഗങ്ങളെയും, എല്ലാ എത്നിക് കമ്മ്യൂണിറ്റികളെയും അതിന് പ്രധാനപ്പെട്ട അവർ തിരഞ്ഞെടുത്ത ഒരു നേതാവിനെ ദർബാറിലേക്ക് കൊണ്ടുവരികയും അവരുടെ നിയമം അതത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനത്തിലാണ് മില്ലത്ത് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഉസ്മാനിയ ഖിലാഫത്തിൽ അവരുടേതായ തരത്തിൽ ശബ്ദങ്ങൾക്ക് ഒരു സാന്നിധ്യം ഖലീഫമാർ ഉറപ്പുവരുത്തി എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആശയം എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് വഅംറുഹും ശൂറാ ബൈനഹും വശാവറുഹും ഫിൽ അംർ എന്നീ ആയത്തുകളിൽ നിന്നാണ്. കാരണം കൂടിയാലോചിക്കുമ്പോഴാണ് നീതിപൂർവമായ ഒരു നിയമം, ഒരു നയം, നിലപാട് രൂപപ്പെടുക. സ്വയം തീരുമാനിച്ച് അനുയായികളെ അടിച്ചേൽപ്പിക്കുന്നത് ഇസ്ലാം ഹറാമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅംറുഹും ശൂറാ ബൈനഹും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എന്നത് കൂടിയാലോചനയാണ്. എന്നിട്ട് അള്ളാഹു വേറെ ഭാഗത്ത് പറയുന്നത് വശാവറുഹും ഫിൽ അംർ, കൂടി ആലോചിക്കുക. അത് നിർബന്ധമാക്കിയിരിക്കുന്നു അള്ളാഹു. കാരണം നയനിലപാടാവട്ടെ, നമ്മുടെ വിശ്വാസ രീതികളാവട്ടെ, ആചാരങ്ങളാവട്ടെ, എല്ലാത്തിനും നീതിപൂർവമായ ഒരു സംവിധാനത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമം എങ്ങനെ നടപ്പിലാക്കണമെന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അൽ ഖുദാത്ത് സലാസ, ന്യായാധിപന്മാർ 3 തരത്തിലാണ്. ഖാദിയാണ് ഫിന്നാർ, 2 തരത്തിലുള്ള ന്യായാധിപന്മാർ, അവർ നരകത്തിലാണ്. ഖാദി ജന്ന, അതിൽ ഒരു വിഭാഗം ന്യായാധിപൻ അദ്ദേഹം സ്വർഗത്തിലുമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതായത് സത്യം എന്താണെന്ന് അറിയാതെ അറിഞ്ഞുകൊണ്ട് നിയമം വിധിക്കുകയും എന്നിട്ട് ബാധിക്കപ്പെടുന്ന ആ മർദ്ദിതനെ കൂടുതൽ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഖാദി, അവൻ നരകത്തിലാണ്. അതുപോലെ തന്നെ സത്യം അറിയില്ല, പക്ഷെ എന്നിട്ട് പോലും അറിയാൻ ശ്രമിക്കാതെ പാവപ്പെട്ടവരുടെ അവകാശങ്ങളെ ചീറ്റിയെടുക്കുന്ന നിയമമുണ്ടാക്കിയ ആ ഖാദി, അവനും നരകത്തിലാണ്. എന്നിട്ട് 3-ാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നാൽ സത്യം അറിയുകയും അറിയില്ലെങ്കിൽ അത് അന്വേഷിക്കുകയും അറിഞ്ഞുകൊണ്ട് പരമാവധി നീതിക്ക് വേണ്ടി വിധി പ്രഖ്യാപിക്കുകയും ചെയ്ത അവനാണ് സ്വർഗ്ഗത്തിൽ. നിയമനിർമ്മാണത്തിൻ്റെ സുതാര്യതയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ തന്നെ പല ഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമൂഹത്തോട് നമുക്ക് നീരസമുണ്ട്, വൈരാഗ്യമുണ്ട് എന്ന പേരിൽ അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അവരോട് നിങ്ങൾ നീതി കാണിക്കുക. അത് തഖ്വയോട് ഏറ്റവും അടുത്തതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മുടെ മുന്നിൽ സാമുദായികത ഉണ്ടാകുവാൻ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നില്ല. എല്ലാവരോടും സഹാനുഭൂതിയും അനുകമ്പയും നീതി പുലർത്തുവാനാണ് അല്ലാഹു മുസ്ലിമിനെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഹറാമാക്കിയിരിക്കുകയാണ്. കാരണം
ഹലാൽ ഹറാം ചർച്ചകളിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതികളിലേക്ക് മാത്രം ഒതുങ്ങുകയും നമ്മുടെ ജീവിതത്തിലെ നീതിപൂർവമായ സമീപനങ്ങളോട് അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന സമീപനം നമ്മളിപ്പോഴും മുസ്ലിം സമൂഹം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഹലാലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, പക്ഷെ വീട്ടിൽ എത്തുന്ന ഭക്ഷണം അത് ഹറാമാണ്. അത് ആരുടെയും ഏതെങ്കിലും പാവങ്ങളെ പിടിച്ചു കൊണ്ടുവന്നതാണ്. ഖുർആൻ നല്ല ശതമാനം വിലക്കിയതാണ്. യതീമുകളെയും മിസ്കീനുകളെയും നിങ്ങൾ പരിഗണിക്കണം, അവരെ സംരക്ഷിക്കണം, അവരുടെ അവരുടെ സമ്പാദ്യം നിങ്ങൾ പിടിച്ചെടുക്കണം. മുസ്ലിം സമൂഹം എത്രത്തോളം ആ കാര്യത്തിൽ നീതി പാലിക്കുന്നു. നമ്മൾ ഹലാലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തെക്കുറിച്ചും നമ്മളുടെ സമീപനങ്ങളെക്കുറിച്ചും അതും നീതിയുക്തമാണോ? നമ്മുടെ സംസാരങ്ങൾ അത് നീതിയുക്തമാണോ? വിശ്വാസത്തെക്കുറിച്ച് നബി പഠിപ്പിക്കുന്നത് എന്താണ്? മറ്റൊരു വിശ്വാസി ഒരാളിൽ നിന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് ഇദ്ദേഹം മുസ്ലിമായി മാറുന്നത്. ആ തരത്തിൽ നീതിപൂർവമായ സമീപനമാണോ ഒരു മുസ്ലിം എന്നതിൽ നമ്മളുള്ളത്? നമ്മുടെ ചുറ്റുപാടുമുള്ളവർ കഷ്ടപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, കാരണം ഖുർആൻ മുസ്തഫീൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നുണ്ട്, മർദ്ദിതർ, അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ, അള്ളാഹ് പഠിപ്പിച്ചതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഈ മർദ്ദിതർക്ക് വേണ്ടി സംസാരിക്കുവാൻ നമ്മുടെ നാക്ക് പൊങ്ങുന്നുണ്ടോ? അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആശയമാണ്. അതായത് നല്ലത് കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. കാരണം തിന്മ അതാർക്കാണെങ്കിലും വിരോധിക്കണം. മിണ്ടാതിരിക്കുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമല്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. മുസ്ലിം പറയുന്നത് വാലിമിനെ സഹായിക്കുന്ന ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹായിച്ച് നബിയെ എങ്ങനെയാണ് വാലിമിനെ അക്രമിയെ സഹായിക്കുന്നത്? നബി പറയുന്നത് അക്രമിയെ അക്രമം ചെയ്യുമ്പോൾ അവൻ്റെ കൈക്ക് പിടിക്കുക, അങ്ങനെ അവനെ അതിൽ നിന്ന് തടയുക, പീഡിപ്പിക്കപ്പെടുന്നവരെ അവൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുക. അങ്ങനെയാണ് വാലിമിനെ അക്രമിയെ സഹായിക്കുന്നത്. അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകറിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത്, തിന്മ കണ്ടാൽ അത് തടയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുക, അതുമല്ലെങ്കിൽ മനസ്സിലെങ്കിലും വെക്കുക. ഏറ്റവും ദുർബലമായ ഈമാനിനെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം മനസ്സിലെങ്കിലും വെക്കുക എന്നതിനെ കുറിച്ച് പറയുന്നത്. കാരണം നീതിയിലാണ് വിശ്വാസി ജീവിക്കുന്നത്, നീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അനീതി വിശ്വാസി ഇഷ്ടപ്പെടുകയില്ല, അത് സമ്മതിക്കുകയുമില്ല. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവനാണ് വിശ്വാസി. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മഹത്തരമായ ജിഹാദ് എന്നതിനെക്കുറിച്ച് അതിക്രമിയായ ഭരണാധികാരിക്ക് മുന്നിൽ സത്യം വിളിച്ച് പറയുന്നതാണ് ഏറ്റവും മഹത്തരമായ ജിഹാദ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഒരു തരത്തിൽ നീതി എന്നത് ഇസ്ലാമിൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മുടെ വ്യക്തിഗത ജീവിതാനുഭവങ്ങളിലും എല്ലാത്തിനും ഒരുപോലെ പുലരേണ്ടതാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വേണ്ട രീതിയിൽ നീതി ജീവിതത്തിൽ പുലർത്തുവാനും നീതി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് പടുത്തുയർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിക്കും.